വളരെ കുറവുള്ള ഒരു വെജിറ്റബിളാണ് കോവയ്ക്ക. കോവയ്ക്ക ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും അതുപോലെ വെയിറ്റ് മാനേജ്മെൻറ്റിനും വളരെ നല്ലതാണ്. ഈ കോവയ്ക്കായുടെ ഒരു രുചിയേറും റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാനിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. കൂടെ നെടുക പിളർന്ന 5-6 വെളുത്തുള്ളി അല്ലി. ഇത് കുറച്ച് റോസ്റ്റ് ആകണം. റോസ്റ്റ് ആയി കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പിട്ട് മൂപ്പിക്കുക. ഇതിൻ്റെ കൂടെ കടലപ്പരിപ്പ് വേണമെങ്കിലും ഇടാം. ഇതൊന്ന് റോസ്റ്റ് ആയിട്ട് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും അതുപോലെ കറിവേപ്പിലയും കൂടെ ഇടുക. കുറച്ച് കഴിഞ്ഞിട്ട് 1/4 കപ്പ് റോസ്റ്റഡ് നിലക്കടലയും ഇടണം. നിലക്കടല റോസ്റ്റഡ് അല്ലെങ്കിൽ ഇത് ഉഴുന്നുപരിപ്പിടുന്ന സമയത്ത് ഇട്ടാലും മതി. എല്ലാം റോസ്റ്റ് ആയി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഈ മിക്സ് പാനിൽ നിന്ന് മാറ്റുക. എന്നിട്ട് ഈ സെയിം പാനിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് ചൂടാക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇടുക. ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ മുളക് പൊടി ഇട്ടാലും മതി. ഈ സമയം ഫ്ലെയിം ലോയിലായിരിക്കണം. ഇനി ഇതിലേക്ക് 1 സബോള അരിഞ്ഞത് ചേർക്കുക. സബോള കുറച്ച് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കായും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുക. പെട്ടെന്ന് വേകണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിക്കുക. അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വീണ്ടും വേവിക്കുക. ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഉപ്പിട്ട ശേഷം വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കുക. കോവയ്ക്ക ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകാതിരിക്കുന്നതാണ് നല്ലത്. ഈ സമയം ആദ്യം നമ്മൾ വറുത്ത് വെച്ച മിക്സിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. അതിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. എന്നിട്ട് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക. ഇനി കോവയ്ക്കായുടെ അടപ്പ് തുറന്ന് നോക്കുക. കോവയ്ക്ക നല്ലതായിട്ട് വെന്ത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ കൂടുതൽ താല്പര്യമുള്ളവർക്ക് ഈ സമയം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ കറിവേപ്പില. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മിക്സ് ഇടുക. മിക്സ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. മിക്സ് ഇട്ടതിന് ശേഷം 1 മിനിറ്റ് കൂടി ഇത് മീഡിയം ഫ്ലെയിമിൽ ഇളക്കണം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം മല്ലിയില കയ്യിലുണ്ടെങ്കിൽ അതുകൂടെ വിതറാം. അധികം മസാലകളൊന്നും ചേർക്കാത്ത ഈ കോവയ്ക്ക മെഴുക്കുവരട്ടി ചോറിനും ചപ്പാത്തിക്കും നല്ലൊരു സൈഡ് ഡിഷാണ്. താല്പര്യമുള്ളവർക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് മൊരിയിച്ചെടുക്കാം. നല്ല മണവും ഗുണവും രുചിയുമുള്ള ഈ കോവയ്ക്ക മെഴുക്കുവരട്ടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്രോട്ടീനും വൈറ്റമിൻസും എല്ലാം നിറഞ്ഞ ഈ ഒരു റെസിപ്പി നിങ്ങളും ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കുമല്ലോ. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.